നമ്മളെ ബനാന ചിക്കു ഒന്ന് വിളവെടുക്കാൻ കേട്ടോ. അപ്പോൾ അത്യാവശ്യം സൈസായിട്ടുണ്ട്. ഇനി വെച്ചാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ തന്നെ എണ്ണം നല്ല നല്ല കുറഞ്ഞ് വരുന്നുണ്ട്. ആയതും ആവാത്തതും ഒക്കെ ഉണ്ട് ഇതിൽ. പലരും പല സംശയങ്ങൾ പറയാറുണ്ട്, ഇത് ഉരുണ്ടതാണ്, അത്ര നീണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മരത്തിന്മേൽ ഇത് അത്യാവശ്യം നീണ്ട സൈസാണ്. ഉരുണ്ടതും നീണ്ടതും ഒക്കെ ഒരു ഇതിൽ തന്നെ വരുന്നുണ്ട്. ഞാനത് പൊട്ടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ക്യാമറ എടുക്കാൻ ഒരാളെ കിട്ടട്ടെ. അണ്ണാൻ ഒക്കെ പകുതി തിന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അവരെ നിർത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ ഒന്നുകൊണ്ട് പൊട്ടിച്ച് വെക്കുകയാണ്. ഏകദേശമൊക്കെ മൂത്തതൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് സമയത്തും വിളവെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിൻ്റെ കായ്ഫലം. നമുക്കൊരു ഓൾ സീസണാണ്. ഇപ്പോൾ നമ്മൾ കായ പൊട്ടിച്ചു, അടുത്ത കായകളിത് ഉണ്ടായി വരുന്നു. ഇനി നമുക്കൊരു 2 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും പറിക്കാനുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉണ്ടായിരിക്കുന്നത്, നമുക്ക് വർഷം മുഴുവനും സപ്പോട്ട കിട്ടും എന്നുള്ളതാണ് ഈ ബനാന സപ്പോട്ടൻ്റെ പ്രത്യേകത. ബനാന സപ്പോട്ട എന്നല്ല, സപ്പോട്ടകളെല്ലാം ഒരുവിധം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ ഒരു സപ്പോട്ട മരം വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വർഷം മുഴുവനും അതിൻ്റെ ഫലം കിട്ടും എന്നുള്ളതാണ്. ജസ്റ്റായിട്ടൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇതിന്മേൽ 3 ടൈപ്പിലുള്ള വളർച്ചകളുണ്ട്. ചെറുതുണ്ട്, ഒരു മീഡിയം ഉണ്ട്, അതിൻ്റെ വലുതുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ 3 സൈസും നമുക്ക് ഏകദേശം ഒരു 6 മാസം വരെ വിളവെടുക്കാറുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ, പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ, ബായ്. അബ്ദുറസാഖ്, തിരൂർ.